ഹലോ സ്റ്റുഡൻസ്, ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ഒരു ബൈപോളാർ ജംഗ്ഷൻ ട്രാൻസിസ്റ്ററിനെ കുറിച്ചാണ്. സിംപ്ലി ട്രാൻസിസ്റ്റർ എന്ന് പറയും. ഇതിനെ നമ്മൾ BJT എന്നാണ് ഡിനോട്ട് ചെയ്യുന്നത്. ഒരു ട്രാൻസിസ്റ്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രധാനമായും ഒരു PN ജംഗ്ഷൻ വഴിയാണ് നമ്മൾ ഉണ്ടാക്കുന്നത്. ഇതിനകത്ത് ഒന്നുകിൽ P ടൈപ്പ് ആവാം, അല്ലെങ്കിൽ N ടൈപ്പ് സെമി കണ്ടക്ടേഴ്സിൻ്റെ ഇടയിൽ ഓപ്പോസിറ്റ് പെയർ വെച്ച് ഒരു സാൻഡ്വിച്ച് മോഡലിലാണ് നമ്മൾ നോർമലി ഒരു ബൈപോളാർ ജംഗ്ഷൻ ട്രാൻസിസ്റ്റർ ഉണ്ടാക്കുന്നത്. അപ്പോൾ എന്താണ്, നമുക്ക് സാൻഡ്വിച്ച് നമ്മൾ ആൾറെഡി ഫെമിലിയർ ആണ്. സാൻഡ്വിച്ച് എന്ന് പറയുമ്പോൾ രണ്ട് ബ്രെഡിൻ്റെ ഇടയിലായിട്ട്, ഇപ്പോൾ രണ്ട് ബ്രെഡ് അതിൻ്റെ ഇടയിലായിട്ട് മറ്റെന്തെങ്കിലും പാർട്ടി, ഇപ്പോൾ ചിക്കൻ സാൻഡ്വിച്ച്, വെജിറ്റബിൾ സാൻഡ്വിച്ച് വയ്ക്കുമ്പോൾ അതങ്ങനെ ഇളക്ക് ഫിൽ ചെയ്തിട്ടുണ്ടായിരിക്കും അല്ലേ. അപ്പോൾ ഇവിടെ രണ്ട് ബ്രെഡുകൾ എന്ന് പറയുന്നത് സിമിലിയർ ആണ്. സോ ഒരു NPN ട്രാൻസിസ്റ്റർ ഉണ്ടാക്കാം നമുക്ക്, അല്ലെങ്കിൽ PNP ട്രാൻസിസ്റ്റർ ഉണ്ടാക്കാം. ഒരു P ടൈപ്പ് സെമി കണ്ടക്ടർ, ഇതും P ടൈപ്പ് സെമി കണ്ടക്ടർ, നടുക്കിൽ ഡിസിമിലർ ആയിട്ടുള്ള ഒരു N ടൈപ്പ്. ഇനി ഇതല്ല എങ്കിൽ നമുക്ക് നേരെ തിരിച്ച് ചെയ്യാം, ഒരു NPN ട്രാൻസിസ്റ്റർ ഉണ്ടാക്കാം. അതായത് രണ്ട് മുകളിലും താഴത്തുമുള്ള ബെൻ എന്ന് പറയുന്നത് ഇതൊരു N ടൈപ്പ്, ഇതും ഒരു N ടൈപ്പ്, നടുക്കിലുള്ളത് ഒരു P ടൈപ്പ്. ഓക്കെ, അപ്പോൾ നമുക്കറിയാം ഒരു സാൻഡ്വിച്ച് കണ്ടു കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും എന്താണ്, രണ്ട് സൈഡിലും ബ്രെഡ് ആയിരിക്കും കൂടുതലുണ്ടായിരിക്കുക. നടുക്ക് ഫില്ല് ചെയ്യുന്ന മെറ്റീരിയൽ എന്ന് പറയുന്നത് എന്തായിരിക്കും, വളരെ കുറവായിരിക്കും അല്ലേ. സോ നമുക്ക് ആ ഒരു കൺസെപ്റ്റിൽ നിന്ന് തന്നെ നമുക്ക് എന്ത് ചെയ്യാം, ഇതിൻ്റെ ഒരു സർക്യൂട്ട് ഡയഗ്രാം എങ്ങനെയാണെന്ന് നോക്കാം. ഒരു NPN അല്ലെങ്കിൽ PNP ട്രാൻസിസ്റ്ററിൻ്റെ കേസിനകത്ത് നോക്കിക്കഴിഞ്ഞാൽ, ഇപ്പോൾ നമ്മൾ വരയ്ക്കുന്ന സമയത്ത് ഇങ്ങനെയാണ് നമ്മൾ ട്രാൻസിസ്റ്റർ വരയ്ക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ രണ്ട് സൈഡിലും എന്തായിരിക്കും, വിഡ്ത്ത് കൂടുതലായിരിക്കും. ഇത് N-ഉം ഇത് N-ഉം ഉണ്ടെങ്കിൽ നടുക്കായിരിക്കും P ഉണ്ടായിരിക്കും ഒരു NPN ട്രാൻസിസ്റ്ററിൻ്റെ കേസിൽ. ഓക്കെ, ഇവിടുന്ന് ടെർമിനൽ ഉണ്ടാവും, ഇവിടുന്ന് ടെർമിനൽ ഉണ്ടാവും, നടുക്കുന്ന ഒരു ടെർമിനൽ ഉണ്ടായിരിക്കും. നടുക്കിലുണ്ടാവുന്ന ടെർമിനലിനെ നമ്മൾ ബേസ് എന്ന് ഡിനോട്ട് ചെയ്യുന്നത്. ദെൻ ഈ എൻഡിൽ വരുന്നത് നമുക്ക് എമിറ്റർ, ദെൻ ഈ എൻഡിൽ വരുന്നത് കളക്ടർ. ഓക്കെ, ഇങ്ങനെയാണ് അതിൻ്റെ 3 ടെർമിനൽ. സോ ട്രാൻസിസ്റ്റർ എന്ന് പറയുന്നത് ഒരു 3 ടെർമിനൽ ഡിവൈസ് ആണ്. നമ്മൾ മുമ്പ് കപ്പാസിറ്ററും റെസിസ്റ്ററൊക്കെ നോക്കിക്കഴിഞ്ഞാൽ അതിനകത്ത് 2 ടെർമിനലേ ഉണ്ടായിരുന്നുള്ളൂ. പക്ഷേ ട്രാൻസിസ്റ്ററിനകത്ത് 3 ടെർമിനൽസ് ഉണ്ടായിരിക്കും. ഞാൻ പറഞ്ഞു നമുക്ക് 2 രീതിയിൽ ട്രാൻസിസ്റ്റർ മോഡിഫൈ ചെയ്യാൻ പറ്റും. ഒന്ന് NPN ട്രാൻസിസ്റ്ററും, 2 PNP ട്രാൻസിസ്റ്ററും. ഓക്കെ, നമുക്ക് അതിൻ്റെ ഒരു സർക്യൂട്ട് സിമ്പിൾ നോക്കാം. എങ്ങനെയാണ് ഒരു NPN ട്രാൻസിസ്റ്റർ അല്ലെങ്കിൽ ഒരു PNP ട്രാൻസിസ്റ്ററിൻ്റെ സർക്യൂട്ട് സിമ്പിൾ എന്ന് പറയുന്നത്. മിക്കവാറും നിങ്ങൾക്ക് ഡിപ്ലോമ എക്സാമിനേഷനകത്തൊക്കെ പാർട്ട് L 2 മാർക്ക് ക്വസ്റ്റ്യനായിട്ട് ചോദിക്കാറുണ്ട് ഈ സർക്യൂട്ട് സിമ്പിൾ വരയ്ക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഒരു NPN അല്ലെങ്കിൽ PNP ട്രാൻസിസ്റ്ററിൻ്റെ സിമ്പിൾ ഇതാണ്. NPN അല്ലെങ്കിൽ PNP ട്രാൻസിസ്റ്ററിൻ്റെ സിമ്പിൾ. ഇപ്പോൾ PNPയും NPNും തമ്മിലുള്ള പ്രധാന വ്യത്യാസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സിമ്പിൾ ആൾമോസ്റ്റ് സിമിലിയർ തന്നെയാണ്. അപ്പോൾ ഇതിനകത്ത് നോക്കിക്കഴിഞ്ഞാൽ സിമ്പിൾ എന്ന് പറയുന്നത് സിമിലിയർ ആണ്. ഒരു സർക്കിളിൻ്റെ ഒരു വര, അടിയിലേക്ക് വരുന്നത് ബേസ്, ദെൻ ഇവിടുന്ന് ഇങ്ങോട്ടേക്കും വരുന്നു. ഒരു എൻഡിലേക്ക് വരുന്നത് നമുക്ക് കളക്ടറായിട്ട് എടുക്കാം. ഇത് കളക്ടർ, ഇവിടെ വരുന്നത് എമിറ്റർ. അപ്പോൾ PNP ട്രാൻസിസ്റ്ററിൻ്റെ കേസിനകത്ത് എമിറ്ററിൻ്റെ ആരോ ഇൻവേർഡ് ആയിരിക്കും ഉണ്ടായിരിക്കുക. പക്ഷേ NPN ട്രാൻസിസ്റ്ററിൻ്റെ കേസിനാണെങ്കിൽ ആരോ ഔട്ട്വേർഡ് ആയിരിക്കും ഉണ്ടായിരിക്കുക. ഇതാണ് PNPയും NPNും തമ്മിലുള്ള പ്രധാനപ്പെട്ട ഒരു ഡിഫറൻസ് എന്ന് പറയുന്നത്. അപ്പോൾ അതിൻ്റെ അതിനകത്തുണ്ടാകുന്ന ഇലക്ട്രോൺസിൻ്റെയും ഹോൾസിൻ്റെയും ഫ്ലോനെ ബേസ് ചെയ്തിട്ടാണ് നമ്മൾ ഇങ്ങനെ ഇൻവേർഡും ഔട്ട്വേർഡും പറയാൻ കാരണം ഒരു നമുക്കതിൻ്റെ സർക്യൂട്ട് വർക്കിംഗ് പ്രിൻസിപ്പിൾ പറയുമ്പോൾ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് തന്നെ പറയാം. NPN ട്രാൻസിസ്റ്ററിൻ്റെ കേസിനകത്ത് ഇലക്ട്രോൺസിൻ്റെ ഫ്ലോ എന്ന് പറയുന്ന ഔട്ട്വേർഡ് ആയിട്ടായിരിക്കും ഉണ്ടാവുക. PNPയുടെ കേസിനകത്ത് ഇലക്ട്രോൺസിൻ്റെ ഫ്ലോ നേരെ വൈസ് വേഴ്സ് ആയിരിക്കും. ആ ഒരു ഇതുകൊണ്ടാണ് അവിടെ ആരോ മാർക്ക് ഔട്ട്വേർഡ് ഇൻവേർഡ് ആയിട്ട് മെൻഷൻ ചെയ്യാനുള്ള കാരണം. ഓക്കെ, അപ്പോൾ ഇതാണ് ഒരു ബൈപോളാർ ജംഗ്ഷൻ ട്രാൻസിസ്റ്റർ എന്ന് പറയുന്നത്. എന്തുകൊണ്ടാണ് ഇതിനെ ബൈപോളാർ ജംഗ്ഷൻ എന്ന് പറയാനുള്ള കാരണം ഒരു ട്രാൻസിസ്റ്ററിനകത്ത് അതിനകത്ത് ഉണ്ടാകുന്ന 2 പൊളാരിറ്റീസ്, അതായത്
രണ്ട് പൊളാരിറ്റീസ് എന്ന് പറയുമ്പോൾ നെഗറ്റീവ് പൊളാരിറ്റി ഉണ്ടായിരിക്കും, പോസിറ്റീവ് പൊളാരിറ്റീസ് ഉണ്ടായിരിക്കും. ഇങ്ങനെ രണ്ട് പൊളാരിറ്റീസിൻ്റെയും മൂവ്മെൻറ്റ് ഫലമായിട്ടാണ് അതിനകത്ത് കൂടെ ഉണ്ടാകുന്ന ഒരു കറണ്ട് ഫ്ലോ പോസിബിൾ ആവുന്നത്. അതുകൊണ്ടാണ് ഈ ഒരു ട്രാൻസിസ്റ്റർ നമ്മൾ ബൈപോളാർ ജംഗ്ഷൻ ട്രാൻസിസ്റ്റർ എന്ന് പറയാനുള്ള കാരണം. ഓക്കെ, അപ്പോൾ നമുക്ക് ഒരു ട്രാൻസിസ്റ്റർ എങ്ങനെയാണ് കണക്ട് ചെയ്യുന്നതെന്ന് നോക്കാം. ഒരു സർക്യൂട്ടിനകത്ത് ഒരു ട്രാൻസിസ്റ്റർ എങ്ങനെയാണ് കണക്ട് ചെയ്യുക എന്നുള്ളത്. ഇതാണ് ട്രാൻസിസ്റ്റർ കണക്ട് ചെയ്യുന്ന ഒരു ചെറിയ സർക്യൂട്ട് ഡയഗ്രമാണ്. അപ്പോൾ ട്രാൻസിസ്റ്ററിൻ്റെ മൂന്ന് ടെർമിനൽസിൻ്റെയും ഇടയിൽ ഒരു ഡി സി വോൾട്ടേജ് അപ്ലൈ ചെയ്യുന്ന പ്രോസസ്സിനെയാണ് നമ്മൾ ബയാസിങ് എന്ന് പറയുന്നത്. അല്ലെങ്കിൽ ട്രാൻസിസ്റ്റർ ബയാസിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദ പ്രോസസ് ഓഫ് അപ്ലൈയിങ് ഡി സി വോൾട്ടേജ് അക്രോസ് ദ ഡിഫറെൻറ്റ് ടെർമിനൽസ് ഓഫ് എ ട്രാൻസിസ്റ്റർ ഈസ് കോൾഡ് ബയാസിങ്. ഓക്കെ, അപ്പോൾ നമ്മൾ ഒരു ട്രാൻസിസ്റ്റർ ബയാസിങ്ങിൻ്റെ കേസിനകത്ത് എങ്ങനെയാണ് സപ്ലൈ കൊടുക്കുന്നത് നോക്കാം. ഇപ്പോൾ ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ ട്രാൻസിസ്റ്ററിൻ്റെ മൂന്ന് ടെർമിനൽ, ഇപ്പോൾ ഒരു NPN ട്രാൻസിസ്റ്റർ എടുത്തു കഴിഞ്ഞാൽ ഇതൊരു NPN ട്രാൻസിസ്റ്ററാണ് കാണുന്നത്. അതിൽ N എന്ന് പറയുന്ന സെമി കണ്ടക്ടറിൽ നിന്ന് നേരെ ബാറ്ററിയുടെ നെഗറ്റീവ് സൈഡിലേക്ക്. അപ്പോൾ നമുക്ക് ഏതാണ് ബാറ്ററിയുടെ നെഗറ്റീവ് സൈഡ്, ഏതാണ് പോസിറ്റീവ് സൈഡ് എങ്ങനെ മനസ്സിലാവുക? നമ്മൾ ബാറ്ററിയുടെ സിമ്പൽ ഉപയോഗിക്കുന്ന സമയത്ത് ചെറിയ വരയായി കാണിക്കുന്നതായിരിക്കും ബാറ്ററിയുടെ നെഗറ്റീവ് ടെർമിനൽ, വലിയ വരയായി കാണിക്കുന്നതായിരിക്കും ബാറ്ററിയുടെ പോസിറ്റീവ് ടെർമിനൽ. ഓക്കെ, അപ്പോൾ ഇതാണ് പോസിറ്റീവ്, ഇതാണ് നെഗറ്റീവ്. ഓക്കെ, ഇപ്പോൾ ഇവിടെ N ടൈപ്പ് നേരെ കണക്ട് ചെയ്യുന്ന എവിടേക്കാണ്? ചെറിയ വരയിലേക്കാണ്. അപ്പോൾ അവിടെ നെഗറ്റീവ് ചാർജാണ് ഉള്ളത്. സിമിലർലി ഒരു N ടൈപ്പ് സെമി കണ്ടക്ടറിനകത്ത് മെജോറിറ്റി ചാർജ് കാരിയേഴ്സ് ആയിട്ട് വരുന്നത് എന്താണ്? N ടൈപ്പ് സെമി കണ്ടക്ടറിനകത്ത് മെജോറിറ്റി ചാർജ് കാരിയേഴ്സ് ആയിട്ട് വരുന്നത് ഫ്രീ ഇലക്ട്രോൺസ് ആണ്. അതിനകത്ത് ഉണ്ടായിരിക്കുന്ന നെഗറ്റീവ് ചാർജറായിട്ടുള്ള ഇലക്ട്രോൺസ് ആണ് അതിനകത്തുള്ള പ്രധാന ചാർജ് കാരിയേഴ്സ് ആയിട്ട് ഉണ്ടാവുന്നത്. അപ്പോൾ അതുപോലെ തന്നെ സെൻട്രലൊരു പി ടൈപ്പ് നേരെ ബേസുമായിട്ട് കണക്ട് ചെയ്തിരിക്കുന്നു. ആ ബേസ് നേരെ വരുന്നത് ബാറ്ററിയുടെ പോസിറ്റീവ് ടെർമിനലുമായിട്ടാണ്. ഇവിടെ നേരെ പോസിറ്റീവ് ടെർമിനലുമായിട്ടാണ് കണക്ട് ചെയ്തിട്ടുള്ളത്. സോ ഇവിടെ ഈ ഒരു NP ജംഗ്ഷൻ എന്ന് പറയുന്നത് ഒരു ഫോർവേഡ് ബയാസ്ഡ് കണ്ടീഷനകത്താണ് ഉള്ളത്. ഓക്കെ, അതിനകത്തൊരു ഫോർവേഡ് ബയാസ്ഡ് കണ്ടീഷനകത്താണ് ഉള്ളത്. ഇനി നമുക്ക് പി ടൈപ്പ് നെക്സ്റ്റ് ടെർമിനൽ നോക്കാം. അതായത് ഈ ഒരു സൈഡിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ, സെക്കൻഡ് സൈഡിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ ഒരു P ഉണ്ട്, ഇവിടെ ഒരു N ഉണ്ട്. അപ്പോൾ ഇവിടെ പി ടൈപ്പിനകത്ത് മെജോറിറ്റി ചാർജ് കാരിയേഴ്സ് എന്ന് പറയുന്നത് ഹോൾസ് ആണ്. ഓക്കെ, അതിനകത്ത് ഹോൾസ് ഉണ്ടായിരിക്കും. ദെൻ N ടൈപ്പ് നേരെ കളക്ടർ എൻഡുമായി കണക്ട് ചെയ്യുന്നു. കളക്ടർ എൻഡ് വന്ന് നേരെ ബാറ്ററിയുടെ പോസിറ്റീവ് സൈഡുമായിട്ടാണ് കണക്ട് ചെയ്തിരിക്കുന്നത്. സിമിലർലി ബേസിൻ്റെ എൻഡ് വരുന്ന പി ടൈപ്പിൻ്റെ എൻഡ് വരുന്ന നേരെ നെഗറ്റീവ് ടെർമിനലുമായിട്ടാണ് കണക്ട് ചെയ്തിട്ടുള്ളത്. ഓക്കെ, ഇങ്ങനെയാണ് സിംപിളി ഇതിൻ്റെ ഒരു സർക്യൂട്ടിനകത്ത് കണക്ഷൻ വരുന്നത്. അപ്പോൾ ബാറ്ററിയുടെ VEB കണക്ഷൻ ബിറ്റ്വീൻ എമിറ്റർ ആൻഡ് ബേസ്, അതുപോലെ തന്നെ VCB വോൾട്ടേജ് CB എന്ന് പറയുന്നത് കണക്ഷൻ ബിറ്റ്വീൻ കളക്ടർ ആൻഡ് ബേസ്. നോർമലി നമ്മൾ ട്രാൻസിസ്റ്ററിൻ്റെ ഒരു ഓപ്പറേഷൻ കൺസിഡർ ചെയ്യുമ്പോൾ എമിറ്റർ ബേസ് ജംഗ്ഷൻ എന്ന് പറയുന്നത് ഏതാണ്? ഈ ഭാഗമാണ്. ഇതാണ് എമിറ്റർ, ഇതാണ് ബേസ്. ഈ എമിറ്റർ ബേസ് ജംഗ്ഷൻ ഇതെന്ന് പറയുന്നത് എപ്പോഴും എന്തായിരിക്കും? ഫോർവേഡ് ബയാസ്ഡ് ആയിരിക്കും നമ്മൾ കൊടുക്കുക. ആൻഡ് കളക്ടർ ബേസ് ജംഗ്ഷൻ എന്ന് പറഞ്ഞാൽ ഇതാണ് കളക്ടർ, ഇതാണ് ബേസ്. ഈ ജംഗ്ഷൻ നമ്മൾ റിവേഴ്സ് ബയാസ്ഡ് കണ്ടീഷനിലായിരിക്കും കൊടുക്കുന്നുണ്ടായിരിക്കും. ഓക്കെ, അപ്പോൾ ഇങ്ങനെ കണക്ഷൻ കൊടുത്തു കഴിഞ്ഞാൽ എങ്ങനെയായിരിക്കും ഇതിൻ്റെ വർക്കിംഗ് എന്ന് നോക്കാം. ഓക്കെ, ഒരു ട്രാൻസിസ്റ്ററിൻ്റെ വർക്കിംഗ് എങ്ങനെയായിരിക്കും എന്ന് നോക്കാം. ഓക്കെ, നമ്മളൊരു ട്രാൻസിസ്റ്റർ സർക്യൂട്ടുമായിട്ട് കണക്ട് ചെയ്തിരിക്കുന്നു. ഇപ്പോൾ ട്രാൻസിസ്റ്ററിനകത്ത് N ടൈപ്പ് ഉണ്ട്, P ടൈപ്പ് ഉണ്ട്. N ടൈപ്പ് ഞാൻ പറഞ്ഞു ഒരു സാൻഡ്വിച്ച് ഫോം ചെയ്യുന്ന സമയത്ത് രണ്ട് ബ്രെഡുകളുടെ കേസ് ഞാൻ പറഞ്ഞു. അപ്പോൾ ഔട്ടർ മോസ്റ്റ് പുറത്തും രണ്ട് എൻഡിലുള്ള N ടൈപ്പ് വലുതായിരിക്കും, ഉള്ളിൽ ഫില്ല് ചെയ്യുന്ന മെറ്റീരിയൽസ് അതെപ്പോഴും എന്തായിരിക്കും? കുറവായിരിക്കും. അതുകൊണ്ട് തന്നെയാണ് Nൻ്റെ വിഡ്ത്ത് കൂടുതലും Pയുടെ വിഡ്ത്ത് കുറവാകാനുള്ള കാരണം.
ഇനി നമ്മൾ ഇതിനകത്തേക്ക് സപ്ലൈ കൊടുക്കുന്ന സമയത്ത് എൻ ടൈപ്പിനകത്തുള്ള മെജോറിറ്റി ചാർജ് കാരിയേഴ്സ് എന്ന് പറയുന്നത് നെഗറ്റീവ് ചാർജ്ഡ് ആയിട്ടുള്ള ഇലക്ട്രോൺസ് ആണ്. ഓക്കെ, അപ്പോൾ നമ്മളിവിടെ ഒരു നെഗറ്റീവ് സപ്ലൈ കൊടുത്തു കഴിഞ്ഞാൽ എന്താ സംഭവിക്കുക? ഇത് ആൾറെഡി നെഗറ്റീവാണ്, ഈ നെഗറ്റീവാണ്. ഇവിടെയുള്ള ചാർജ് കാരിയേഴ്സിൻ്റെ സൈൻ എന്താണ്? ഇലക്ട്രോൺസ് ആണ്. അതിൻ്റെതും എന്തായിരിക്കും? നെഗറ്റീവാണ്. അതുകൊണ്ട് എന്ത് സംഭവിക്കും? സെയിം ചാർജ് വന്നു കഴിഞ്ഞാൽ ഇവർക്ക് റിപ്പിൾ ചെയ്യാനുള്ള പ്രോപ്പർട്ടി ഉണ്ടായിരിക്കും. സോ ഈ എൻ ടൈപ്പിനകത്തുള്ള ഇലക്ട്രോൺസ് എല്ലാം എന്ത് ചെയ്യും? ഈ ഒരു ഡയറക്ഷനിൽ റിപ്പിൾ ചെയ്ത് മൂവ് ചെയ്യാൻ തുടങ്ങും. അതുകൊണ്ടാണ് ഇവിടെയൊക്കെ ഈ ഡോട്ടിട്ട് ആരോ ടുവേർഡ്സ് റൈറ്റ് സൈഡിലേക്ക് കാണിച്ചിട്ടുള്ളത്. എൻ ടൈപ്പിനകത്തുള്ള ഇലക്ട്രോൺസ് എല്ലാം ടുവേർഡ്സ് റൈറ്റിലേക്ക് മൂവ് ചെയ്യും. ദെൻ റൈറ്റിലേക്ക് മൂവ് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ എന്താണ്? ഇവിടെ പോസിറ്റീവ് ടെർമിനൽ നേരെ കണക്ട് ചെയ്യുന്നത് ബേസിലേക്കാണ്. ബേസിൽ കണക്ട് ചെയ്യുമ്പോൾ ബേസിനകത്ത് എന്താ ഉള്ളത്? പോസിറ്റീവ് ചാർജ്ഡ് ആയിട്ടുള്ള ഹോൾസാണ് ബേസിനകത്തുള്ളത്. അപ്പോൾ ഓട്ടോമാറ്റിക്കലി എന്ത് ചെയ്യും? അവയ്ക്കും ഒരു റിപ്പിൾ ചെയ്യാനുള്ള ടെൻഡൻസി ഉണ്ടായിരിക്കും. അതാണ് കണ്ട് ഇവിടുത്തെ ഹോൾ ഇങ്ങോട്ടേക്ക് പതിയെ റിപ്പിൾ ചെയ്യുന്നുണ്ട്. അങ്ങനെ റിപ്പിൾ ചെയ്യുന്ന സമയത്ത് ആൾറെഡി ഈ വരുന്ന ഇലക്ട്രോൺസും ഇവിടെ ഉള്ള കുറച്ച് ഹോൾസും, ഇവിടെ വരുന്ന ഇലക്ട്രോൺസിൻ്റെ എണ്ണം വളരെ കൂടുതലായിരിക്കും. കാരണം എന്താണ്? ഇവിടെ സൈസ് കൂടുതലാണ്. ഇവിടെ പി ടൈപ്പിൻ്റെ സൈസ് വളരെ കുറവാണ്. അതുകൊണ്ട് തന്നെ അവിടെ ഉണ്ടാകുന്ന ഹോൾസിൻ്റെ എണ്ണം കുറവായിരിക്കും. അപ്പോൾ ഈ വരുന്ന എന്നിൽ നിന്ന് വരുന്ന ഇലക്ട്രോൺസും ഈ പീനകത്ത് ഉണ്ടാകുന്ന ഹോൾസും കുറച്ചൊക്കെ എന്ത് ചെയ്യും? അതിനകത്ത് ഡിഫ്യൂസ് ചെയ്യും. എന്നാലും ബാക്കി ഒരുപാട് ഇലക്ട്രോൺസ് ഉണ്ടായിരിക്കും. ആ ഇലക്ട്രോൺസൊക്കെ കൂടി എന്ത് ചെയ്യും? വീണ്ടും ഈ ഒരു ബാരിയർ ബ്രേക്ക് ചെയ്ത് ഇവിടെ ഉണ്ടാകുന്ന ഈ ഒരു ബാരിയർ ബ്രേക്ക് ചെയ്ത് ടുവേർഡ്സ് റൈറ്റിലേക്ക് വീണ്ടും മൂവ് ചെയ്ത് കൊണ്ടുവരും. ഓക്കെ, ഇതാണ് ആ ഒരു ഫോർവേഡ് ബയാസ് കണ്ടീഷനകത്ത് സംഭവിക്കുന്നത്. ദെൻ ഈ ടെർമിനൽ എന്താണ്? നമ്മളുടെ റിവേഴ്സ് ബയാസ്ഡ് കണ്ടീഷനിലാണ് കണക്ട് ചെയ്തിട്ടുള്ളത്. അതായത് ബേസിലേക്ക് പോകുന്നത് നെഗറ്റീവും സിമിലർലി ഇവിടെ കളക്ടർ എൻഡിലേക്ക് പോകുന്നത് നേരെ പോസിറ്റീവ് ടെർമിനലുമാണ്. അപ്പോൾ എന്തായിരിക്കും സംഭവിക്കുക? ഇവിടെ ബേസിലേക്ക് നെഗറ്റീവാണ് പോകുന്നത്. ഇവിടെ ആൾറെഡി ഉള്ളത് എന്താണ്? ഹോൾസാണ്. ഓക്കെ, ഹോൾസിന് പോസിറ്റീവ് ചാർജ് ആയിരിക്കും ഉണ്ടായിരിക്കാം. ദെൻ ഈ ഒരു ഇവിടെ ഉണ്ടാകുന്ന ഇലക്ട്രോൺസ്, ഇവിടെ ഇലക്ട്രോൺസിന് എന്തായിരിക്കും? നെഗറ്റീവ് ചാർജാണുള്ളത്. ദെൻ ഇവിടെ വരുന്നത് എന്താണ്? ഇതുവഴി ഈ ഒരു ബാറ്ററി ടെർമിനൽ വഴി ഇങ്ങോട്ടേക്ക് വരുന്നത് പോസിറ്റീവ് ചാർജാണ്. അപ്പോൾ ഓട്ടോമാറ്റിക്കലി എന്ത് സംഭവിക്കും? പോസിറ്റീവ് ചാർജും നെഗറ്റീവ് ചാർജും വന്നു കഴിഞ്ഞാൽ അത് അട്രാക്റ്റ് ചെയ്യും. ഓക്കെ, അട്രാക്റ്റ് ചെയ്യുക എന്ന് പറഞ്ഞാൽ ഇവിടെ ഉണ്ടാകുന്ന പോസിറ്റീവ് ചാർജ് ഇവിടെ ഉണ്ടാകുന്ന ഇലക്ട്രോൺസിനെ ഇങ്ങോട്ടേക്ക് പിടിച്ച് വലിക്കും, അല്ലേ? അപ്പോൾ നമ്മൾ ഈ എമിറ്റർ കളക്ടർ ജംഗ്ഷൻ നോക്കിക്കഴിഞ്ഞാൽ ഇനീഷ്യലി ഫോർവേഡ് ബയാസിനകത്ത് ഇവിടെ ഒരു റിപ്പൾസീവ് ഫോഴ്സ് കാരണം ഇലക്ട്രോൺസ് മൊത്തം ഇങ്ങോട്ടേക്ക് തള്ളിപ്പോവുകയാണ്, ഇവിടുത്തെ കണക്ഷൻ കാരണം. ദെൻ ഈ ഒരു കണക്ഷൻ കാരണം എന്താ സംഭവിക്കുന്നത്? ഇലക്ട്രോൺസിനെ മൊത്തം എന്ത് ചെയ്യണം? ഇങ്ങോട്ടേക്ക് അട്രാക്റ്റീവ് ഫോഴ്സാണ് സംഭവിക്കുന്നത്. കറണ്ട് ഇങ്ങോട്ടേക്ക് പോവും, അവിടെ നെഗറ്റീവ് ചാർജ് ഇലക്ട്രോൺസിനെ ഇങ്ങോട്ടേക്ക് പിടിച്ച് വലിക്കുകയും ചെയ്യും. അപ്പോൾ ഫൈനൽ റിസൾട്ട് എന്താണ്? ഇത് ഇവിടുന്ന് തള്ളുന്നുണ്ട്, ആ തള്ളുന്ന സാധനത്തിന് ഇപ്പുറത്ത് ഇങ്ങോട്ടേക്ക് വീണ്ടും പിടിച്ച് വലിക്കുകയും ചെയ്യുന്നുണ്ട്. അപ്പോൾ ഓട്ടോമാറ്റിക്കലി അതിലൂടെ ഉണ്ടാകുന്ന ഇലക്ട്രോൺസിൻ്റെ ഫ്ലോൻ്റെ ആംപ്ലിറ്റ്യൂഡ് എന്ന് പറയുന്നത് എന്തായിരിക്കും? ഇൻക്രീസ് ചെയ്യും. കൂടുതൽ ഫോഴ്സ് അതിൻ്റെ മുകളിൽ ആക്ട് ചെയ്യുമ്പോൾ കൂടുതൽ സ്പീഡിൽ എന്ത് ചെയ്യും? ടുവേർഡ്സ് ഓപ്പോസിറ്റ് എൻഡിലേക്ക് മൂവ് ചെയ്യാനുള്ള ടെൻഡൻസി ഉണ്ടായിരിക്കും. അതുകൊണ്ട് തന്നെ ഒരു ട്രാൻസിസ്റ്റർ എന്ന് പറയുന്ന സർക്യൂട്ടിനകത്ത് ഒരു ആംപ്ലിഫയിങ് ഡിവൈസ് പോലെ ഉപയോഗിക്കാറുണ്ട്. ഓക്കെ, ഇതാണ് ഒരു ട്രാൻസിസ്റ്ററിൻ്റെ വർക്കിംഗ് കൺസെപ്റ്റ് എന്ന് പറയുന്നത്. അപ്പോൾ നമ്മളൊരു ചെറിയൊരു ഇൻപുട്ട് കൊടുത്തു കഴിഞ്ഞാൽ തന്നെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ബേസിനകത്തേക്ക് കൊടുക്കുന്ന ചെറിയൊരു ഇൻപുട്ടിനെ നമുക്ക് എൻഹാൻസ് ചെയ്ത് വലിയൊരു ഔട്ട്പുട്ടാക്കി ആംപ്ലിഫൈ ചെയ്ത് പുറത്തേക്ക് എടുക്കാൻ നമുക്ക് എന്ത് ചെയ്യാം? ട്രാൻസിസ്റ്റർ ഉപയോഗിച്ച് പോസിബിൾ ആവും. അപ്പോൾ ഇങ്ങനെയാണ് ട്രാൻസിസ്റ്ററിനകത്ത് ഉണ്ടാകുന്ന ഇലക്ട്രോൺ ഹോൾസ് ഫ്ലോ എന്ന് പറയുന്നത്. അങ്ങനെ ഇലക്ട്രോൺസിൻ്റെയും ഹോൾസിൻ്റെയും മൂവ്മെൻറ്റ് ഫലമായിട്ട്, അല്ലെങ്കിൽ രണ്ട് പൊളാരിറ്റിയുടെ മൂവ്മെൻറ്റ് ഫലമായിട്ടാണ് കറണ്ട് ഫ്ലോ പോസിബിൾ ആവുന്നത്. അതുകൊണ്ടാണ് നമ്മൾ ട്രാൻസിസ്റ്ററിനെ ഒരു ബൈപോളാർ ജംഗ്ഷൻ ട്രാൻസിസ്റ്റർ എന്ന് പറയാനുള്ള കാരണം. ഓക്കെ, ഇത്രയാണ് ഒരു സിംപ്ലി. ഇതേപോലെ തന്നെയാണ് ഇനി PNP ട്രാൻസിസ്റ്റർ ആണെങ്കിലും. ഓക്കെ, NPN ആണെങ്കിലും PNP ആണെങ്കിലും ഒരേപോലെ തന്നെയാണ് നമ്മൾ വർക്കിംഗ് പ്രിൻസിപ്പിൾ എന്ന് പറയുന്നത്. സോ അടുത്ത വീഡിയോയിൽ നമുക്ക് മറ്റൊരു വീഡിയോയുമായിട്ട് കാണാം. ഓക്കെ, താങ്ക് യു.